ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 14 അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 14 36 മുതൽ 39 വരെ. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 40 വർഷം മരുഭൂമിയിൽ പ്രയാണികളായിരുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോയ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ മറ്റൊരു ദുരന്തമാണ് സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദുർവർത്തമാനം പറഞ്ഞ 10 പേരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നമ്മളിവിടെ കാണുന്നു. 40 വർഷം മരുഭൂമിയിൽ നടക്കേണ്ടതായി വന്നു. പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമില്ലാതെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാവാം. നമ്മുടെ ഫലഭൂയിഷ്ടമല്ലാത്ത ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇതിന് എന്താണ് പ്രതിവിധി ഉള്ളതാണ് എന്നതാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെന്താണ് ഒരു പ്രതിവിധി? നമ്മൾ മത്സരിച്ചു, പിന്തിരിയുന്നു, പിറുപിറുക്കുന്നു, ദൈവത്തെ അവിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ദൈവകോപം നമ്മുടെ മേൽ വരുമ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ത് എന്നത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുക. ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ എഫെസോസ് സഭയോട് പറഞ്ഞതുപോലെ ഏതിൽ നിന്ന് വീണു എന്ന് നാം ഓർക്കണം. ഇസ്രായേൽ ജനത്തോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. ഈ 10 പുരുഷന്മാർ അത്ഭുതം കണ്ടവരാണ്. മരുഭൂമിയിലും മിസ്രയീമിലും താൻ ചെയ്ത അത്ഭുതങ്ങൾ അവർ ഓർക്കണമെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ വിശ്വസ്തത വരും കാലങ്ങളിലെ നമ്മുടെ അനുഭവങ്ങളിലും നടത്തും എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. 14 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. വലിയ ദൈവകോപത്തിനും ശിക്ഷയ്ക്കും ഇവർ പാത്രമായി തീർന്നത് ദൈവത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നടത്തിപ്പുകളെ മറന്നുപോയി എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നതാണ്. 14 അധ്യായത്തിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടു, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്.
ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കാൻ അനുതപിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു വഴി. കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവത്തോട് മത്സരിച്ചതും അവനെ ഭയപ്പെടുന്നതിന് പകരം മനുഷ്യനെ ഭയപ്പെട്ടതുമെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം. ഇപ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ വഴി തെറ്റി എന്ന് തോന്നിയാൽ തെറ്റിയ സ്ഥാനത്ത് മടങ്ങി വന്ന് ശരിയായ വഴി തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് മാനസാന്തരം. ഇത് ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല. ഇതൊരു പ്രക്രിയയാണ്. ജീവിതത്തിൽ എന്നും നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എവിടെയെങ്കിലും വഴി തെറ്റി എന്ന് തോന്നിയാൽ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. തെറ്റിയ സ്ഥാനത്ത് നിന്ന് ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക. ഒരുപാട് കാര്യങ്ങളിൽ വഴി തെറ്റിപ്പോകാം. വാക്കുകളിൽ നമുക്ക് വഴി തെറ്റിപ്പോകാം. നമ്മുടെ തീരുമാനങ്ങളിൽ വഴി തെറ്റിപ്പോകാം. നമ്മുടെ ആഗ്രഹങ്ങളിൽ നമുക്ക് വഴിതെറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശീലങ്ങൾ, വിശ്വാസം, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശരിയായി മടങ്ങി വന്നാൽ പോരാ. തെറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ശരിയായ മാർഗം തിരഞ്ഞെടുക്കാൻ കഴിയണം. അതിൻ്റെ പേരാണ് മാനസാന്തരപ്പെടണം. മൂന്നാമത്തെ ഒരു കാര്യം, ശരിയായ ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നത് ആവശ്യമാണ്. ഭൂരിപക്ഷത്തിൻ്റെ കൂടെയല്ല, ദൈവകൃപയുള്ളിടത്ത് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം. വിശ്വാസികളോടും വിശ്വാസവീരന്മാരോടും ചേർന്ന് നിൽക്കണം. എവിടെ ചേർന്ന് നിൽക്കുമോ അവിടുത്തെ ബലമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സംശയിക്കുന്നവരോട് ചേർന്ന് നിന്നാൽ ബലം ലഭിക്കില്ല. ചോദ്യം ചെയ്യുന്നവരോട് ചേർന്ന് നിന്നാൽ ബലം ലഭിക്കില്ല. ബലം വേണമെങ്കിൽ വിശ്വാസത്തിൽ വീരന്മാരായവരോട് ചേർന്ന് നിൽക്കണം. ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് പകരം എത്തിപ്പിടിക്കാവുന്നത് മാത്രം ലക്ഷ്യമാക്കുന്ന വിശ്വാസികളായി നാം ജീവിക്കരുത്. രണ്ടാം ലോകമഹായുദ്ധകാലം ഹിറ്റ്ലർ സർവശക്തിയും ഉപയോഗിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കോസ്ലോവാക്യ, പോളണ്ട് ഇവയെല്ലാം പിടിച്ചടക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു, അടുത്തത് ഇംഗ്ലണ്ട്, പിന്നെ യൂറോപ്പ്. ഇത് കേട്ടപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ചിലർ വിൻസ്റ്റൺ ചർച്ചിലിനോട് പറഞ്ഞു, ഹിറ്റ്ലറുമായി നമുക്ക് സഖ്യതയുണ്ടാക്കാം. നമ്മുടെ ദേശം നശിക്കരുത്. അവന് നമുക്ക് കീഴ്പ്പെടാം. ആ സമയത്ത് 300ഓളം ചെറുപ്പക്കാർ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു കോളേജിൽ സംസാരിക്കാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇംഗ്ലണ്ട് വിറച്ചിരിക്കുന്ന സമയമാണ്. ഹിറ്റ്ലറിന് കീഴടങ്ങണം എന്ന സമ്മർദ്ദമുണ്ട്. ഈ അവസ്ഥയിൽ അവിടെ ചർച്ചിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അദ്ദേഹം 40 സെക്കൻഡ് സംസാരിച്ചു. പറഞ്ഞത് ഇങ്ങനെയാണ്: യൗവനക്കാരെ, പുറകോട്ടില്ല, ഇംഗ്ലണ്ട് പുറകോട്ട് പോവില്ല. അദ്ദേഹം ഇരുന്നയുടനെ ആ 300 പേർ എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ച് അങ്ങനെ തന്നെ നിന്നു. കീഴ്പ്പെടണം എന്ന് പറഞ്ഞവരൊക്കെ വാപുത്തി. ഹിറ്റ്ലറിനെ തോൽപ്പിക്കാൻ വിൻസ്റ്റൺ ചർച്ചിലിന് കഴിഞ്ഞു എങ്കിൽ ഇന്ന് രാജാതിരാജാവും കർത്താതികർത്താവുമായ ദൈവത്തിൻ്റെ പുത്രൻ ഭീരുക്കളായ തൻ്റെ മക്കളോട് പറയുന്നു, പുറകോട്ട് പോകുവാനല്ല, മുൻപോട്ട് പോകുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ബലം ദൈവം നമുക്ക് തരും. കീഴ്പ്പെടാനല്ല, മുൻപോട്ട് പോകാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ശബ്ദത്തിന് മുൻപിൽ നമുക്കും കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. കണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുവാൻ വിശ്വസ്തനാണ്.
നമ്മൾ താൽക്കാലിക തടസ്സങ്ങളെ കണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിസ്മരിച്ചു പോകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ബലമായി നടത്തിയ ദൈവത്തെ മറന്നു പോകരുത്. അതുകൊണ്ട് പുതിയ ദിവസത്തിൻ്റെ സാധ്യതകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ ഉറപ്പും വിശ്വാസവും പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. നിസ്സാരമായ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും കണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ദൈവത്തെ മറന്നവരായി തീരുവാനിടയാക്കരുതേ. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ദൈവം നല്ലവനായിരുന്നുവെന്ന് ചിന്തിപ്പാൻ, അവിടെ ഞങ്ങളെ വഴി നടത്തിയെന്ന് കണ്ട് പുതിയ ജീവിതക്രമങ്ങളെ തിരഞ്ഞെടുപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ദൈവം തമ്പുരാൻ്റെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം ദാനമായി നൽകണമേ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി കരൾ സംബന്ധമായ അസുഖങ്ങളാൽ ബാധിച്ച് ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ദൈവം കൂടെ ഇരുന്ന് വഴികളെയൊക്കെ തുറന്നു കൊടുക്കണമേ. ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ, ചികിത്സയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, ഷുഗർ സംബന്ധമായ പ്രയാസം നേരിടുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരുതലുള്ള ദൈവമാണല്ലോ. കരുണയുടെ കരം നീട്ടി എല്ലാറ്റിനും ഉത്തരം നൽകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.